നമസ്കാരം യൂട്യൂബ്. അങ്ങനെ വിജയ് സേതുപതിയുടെ 50ാമത്തെ മൂവി ആയിട്ടുള്ള മഹാരാജ മൂവി കണ്ടു. അതിന്റെ ഹാങ് ഓവർ തന്നെ ഇതുവരെ മാറിയിട്ടില്ല. അത്രയും കിടലൻ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. എടുത്തു പറയേണ്ടത് ഇതിന്റെ ഡയറക്ടറിന്റെ ഒരു അന്യായ മേക്കിങ്ങും സ്ക്രീൻ പ്ലേയും തന്നെയാണ്. സ്ക്രീൻ പ്ലേ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ പ്ലേ നമ്മൾ എപ്പോഴും കണ്ട് മറന്നിട്ടുള്ള ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത്. പക്ഷെ അത് മേക്ക് ചെയ്തെടുത്തേക്കുന്നത് ഒരു രീതി, അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രസകരമായിട്ട് തിയേറ്ററിൽ നിന്ന് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വിജയ് സേതുപതിയോടൊപ്പം തന്നെ കട്ടക്ക് കൂട്ട് നിന്നിട്ടുള്ള ഒരു വില്ലനാണ് നമ്മുടെ അനുരാഗ് കശ്യപ്. ആളുടെ പെർഫോമൻസ് അതൊക്കെ പറയാം. അതിനു മുമ്പ് ഇതിന്റെ ഡയറക്ടർ നിതിലാൽ സ്വാമിനാഥൻ, ആളുടെ ഒന്നും പറയാല്ലേ, അത്രയും ആള് അതിന്റെ ഈ സിനിമയ്ക്ക് വേണ്ടി ആള് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആള് മാത്രല്ല, എല്ലാവരും ഒരുപാട് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നതായാലും ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ആയാലും ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും നല്ല രീതിയിൽ നല്ല വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ സിനിമ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജിനീഷ് ലോകനാഥ്. ആളുടെ മ്യൂസിക് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് എന്തൊക്കെ വേണം. ഇമോഷണൽ രംഗങ്ങളുണ്ട്, ത്രില്ലിംഗ് ആയിട്ടുള്ള കുറെ സംഗതികളുണ്ട്, ആക്ഷൻ രംഗങ്ങളുണ്ട്, കോമഡി ഉണ്ട്. അവിടെ എന്തൊക്കെ വേണം അതൊക്കെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്രയും രസകരമായിട്ട് എനിക്കത് തിയേറ്ററിൽ നിന്ന് അനുഭവിച്ചെടുക്കാൻ സാധിച്ചു. പിന്നെ സിനിമാറ്റോഗ്രാഫി ദിനേശ് പുരുഷോത്തമൻ, ആളുടെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല വെടുപ്പായിട്ട് നല്ല ഭംഗിയിൽ പ്രേക്ഷകനെ ഒരു ആസ്വാദനത്തിന് ഒരു കോട്ടം തട്ടാണ്ട് ഗംഭീരമായിട്ട് ആളുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കാസ്റ്റിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഇതിന്റെ കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ മകൾ പാസം, നമ്മൾ കുറെ തമിഴ് സിനിമകളിൽ കണ്ട് ഉള്ള പാസം കാര്യങ്ങളൊന്നല്ല. അത് ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് ശരിക്കും നമ്മുടെ മനസ്സിൽ തൊട്ടറിയുന്ന തരത്തിലുള്ള എല്ലാ സാധനങ്ങളും, ഇമോഷണൽ രംഗങ്ങളായാലും എന്ത് സാധനങ്ങളായാലും നമുക്ക് പ്രേക്ഷകരിലേക്ക് ശരിക്കും ഫീൽ ചെയ്യും. കണ്ടു നനയ്ക്കുന്ന കുറെ രംഗങ്ങളുണ്ട്. അതിപ്പോ വില്ലന്റെ ക്യാരക്ടർ ആയാലും ആൾക്കും ആളുടെ ഒരു മകളുണ്ട്, അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, അതൊക്കെ നല്ല രസകരമായിട്ട് നമ്മുടെ മനസ്സിൽ തട്ടുന്ന തരത്തിലുള്ള രംഗങ്ങളും ഒക്കെ തന്നെ അതിനകത്ത് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഡയറക്ടറുടെ ഒരു കഴിവ് തന്നെയാണ്. പിന്നെ പടത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവത്തിലാണ് തുടങ്ങുക. പിന്നെ ഒരു ഇൻസിഡന്റ് വീട്ടിൽ നടക്കുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കാൻ പോവുകയും തുടർന്നുണ്ടാവുന്ന രസകരമായിട്ടുള്ള കുറെ രസകരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രില്ലടിപ്പിക്കുന്ന കോമഡി, ആക്ഷൻ, അല്ലാതെ ഒരു പ്രേക്ഷകന് വേണ്ട എന്തൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ട എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ സിനിമ പൂർത്തിയാക്കിയിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങും. അവിടെ നിന്ന് ഇങ്ങനെ നമ്മള് ഇങ്ങനെ കണ്ടിട്ട് ലാസ്റ്റ് ഒരു ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ നല്ല രസകരമായിട്ടൊരു ഫൈറ്റ് സീനുകളിൽ വെച്ചിട്ട് നിർത്തും. ആ സീനൊക്കെ ശരിക്കും കോരിത്തരിപ്പിക്കുന്ന ഒരു ഫൈറ്റ് സീനുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നെ ആ സിനിമയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. പിന്നെ അവിടെ നിന്ന് ഉണ്ടാകുന്ന കുറെ സന്ദർഭങ്ങള് ഇങ്ങനെ ഈ ഫസ്റ്റ് ഇങ്ങനെ ഈ കഥയിലേക്ക് ഇങ്ങനെ കടന്നു വന്നിട്ട് ഇന്റർവെല്ല് ബ്ലോക്ക് ആവുമ്പോഴാണ് ശരിക്കും പടം ഒന്ന് ശരിക്കും ഓണാവുക. അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ. ആ ഒരു ഫൈറ്റ് സീൻ, ആ ഒരു ആക്ഷൻ രംഗങ്ങൾ, ഒയ്യോ അന്യായമാണ്. അന്യായ രംഗം എന്ന് പറഞ്ഞാൽ അന്യായം തന്നെ. അടിപൊളിയായിട്ട് ആ ഫൈറ്റ് സീനുകളൊക്കെ നല്ല രസകരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരുപാട് ത്രില്ലടിപ്പിക്കുന്ന കുറെ രംഗങ്ങളുണ്ട്, നമ്മുടെ നെഞ്ചിടിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങൾ. അത് എക്സ്പെഷ്യലി വിജയ് സേതുപതിയുടെ വീട്ടിലേക്ക് പോലീസുകാർ വരുന്ന ഒരു സീനുണ്ട്. അതൊക്കെ തിയേറ്ററിൽ തന്നെ അനുഭവിക്കണം. ശരിക്കും രോമം എണീറ്റ് നിൽക്കുന്ന ഒരുപാട് രംഗങ്ങൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ അവസാനിക്കുമ്പോൾ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് സിനിമ അവസാനിക്കുന്നത് തന്നെ. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ കാസ്റ്റിംഗ് തന്നെയാണ്. നമ്മുടെ വിജയ് സേതുപതി, അനുരാഗ് കശ്യപ്, മമത മോഹൻദാസ്, അഭിരാമി, പിന്നെ നമ്മുടെ മണികണ്ഠൻ, അതായത് ബോയ്സിൽ കുമാറിന്റെ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള മണികണ്ഠൻ, ഗംഭീരമായിട്ട് ആളുടെ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അവരുടെ പ്രകടനങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഒരാള് വെറുതെ ഒരാളെ കൊണ്ട് പ്ലേസ് ചെയ്ത പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു ചെറിയൊരു ക്യാരക്ടർ റോള് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആൾക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സിനിമ അവസാനിപ്പിച്ചേക്കുന്നത്. പിന്നെ ഈ മണികണ്ഠൻ ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളിയായിട്ട് ആളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബോയ്സിന് ശേഷം ആൾക്ക് നല്ലൊരു സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നല്ലൊരു സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്ന റോള് വിജയ് സേതുപതി മോനെ, ആളുടെ പെർഫോമൻസ് എന്ത് ജാതി പെർഫോമൻസ്. അതായത് വില്ലനും നായകനും ഒരു പവർ എന്താന്ന് ശരിക്കും കാണിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ കുത്തി നിറച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു രക്ഷയില്ലാത്ത ഒരു മേക്കിംഗ് തന്നെ ആയിപ്പോയി.
അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പടത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്. എന്തായാലും വീട്ടുകാരും എല്ലാവരും പോയിട്ട് കാണാൻ പറ്റിയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ഒരുപാട് വയലൻസ് രംഗങ്ങളുണ്ട്, പക്ഷെ വലിയ അത്ര വലിയ സംഭവങ്ങളൊന്നല്ല, പക്ഷെ എന്നാലും വയലൻസ് ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയൊരു ഒരു സംഭവ വികാസം ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് മഹാരാജ എന്നൊരു മൂവി. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ പോയിട്ട് ടിക്കറ്റ് എടുത്ത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടും. വിക്രത്തിന് ശേഷം എനിക്ക് ഈ ഒരു സിനിമ ഇത്രയും നല്ലൊരു അനുഭവം തന്നത് ഈ മഹാരാജ എന്നൊരു മൂവിയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ വെച്ചേക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ, സി യു.